Hi students, welcome to our class. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്കറിയാം ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ അല്ലെ, ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് കൊണ്ടാണ് ഉണ്ടാവുക. അപ്പൊ ന്യൂക്ലിയർ എനർജിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ഹെവിയർ ന്യൂക്ലിയസ് ഇൻടു ടു ലൈറ്റർ വൺസ് അല്ലെ, രണ്ട് ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ഹെവിയർ ന്യൂക്ലിയസ് ഇൻടു two lighter ones is known as nuclear fission. അപ്പൊ ന്യൂക്ലിയർ ഫിഷന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സില് when neutron bombards on അല്ലെ, ഒരു ന്യൂട്രോൺ എന്ത് ചെയ്യാണ്? യുറേനിയം ന്യൂക്ലിയസിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്. യുറേനിയം 92-238. ഓക്കെ, യുറേനിയത്തിലേക്ക് ഒരു ന്യൂട്രോൺ വന്ന് എന്ത് ചെയ്യാണ്? ഇൻസിഡന്റ് ചെയ്യാണ്. when neutron bombards on uranium 92-238, നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹെവിയർ ന്യൂക്ലിയസ് അല്ലെ, ഈ ഹെവിയർ ആയിട്ടുള്ള യുറേനിയം ന്യൂക്ലിയസ് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒന്ന് ബേരിയം ആണ്, അടുത്ത എന്തോരം? ക്രിപ്റ്റോൺ ആണ്. അപ്പോ സ്പ്ലിറ്റ്സ് അപ്പ് ഇൻടു ഏതൊക്കെയാണ്? ബേരിയം ആൻഡ് ക്രിപ്റ്റോൺ ബൈ ദ റിലീസ് ഓഫ് 3 ന്യൂട്രോൺസ്. 3 ന്യൂട്രോൺസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ യുറേനിയം എന്ന് പറയുന്ന ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്? ബേരിയം ആൻഡ് ക്രിപ്റ്റോൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ബേരിയം 56 144, അതുപോലെ തന്നെ ക്രിപ്റ്റോൺ 36 89. ഓക്കെ, ബൈ ദ റിലീസ് ഓഫ് 3 ന്യൂട്രോൺസ്, 3 ന്യൂട്രോൺസിനെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു അല്ലെ ഫിഷൻ പ്രോസസ് നടന്നു. അപ്പോ ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ലൈറ്റർ ന്യൂക്ലിയസ് ആയി, 3 ന്യൂട്രോൺസും പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു ഫിഷൻ പ്രോസസ്സില് ഏകദേശം 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി, 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ എത്ര എനർജിയാണ്? 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ന്യൂക്ലിയർ എനർജിയാണ് അല്ലെ, എനർജിയുടെ ഒരു സോഴ്സ് ആണ്. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്നുള്ള കേസ് മനസ്സിലായല്ലോ. ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആറ്റം ബോംബ് എന്റെ പ്രിൻസിപ്പിൾ വരിക. അപ്പൊ ആറ്റം ബോംബ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആറ്റം ബോംബ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് തന്നെയാണ് ന്യൂക്ലിയർ റിയാക്ടറിലുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറില് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ആണ്. അതുപോലെ തന്നെ അതെങ്ങനെയാണ്? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ആണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നടക്കുക. ഓക്കെ, അപ്പൊ ഇനി ന്യൂക്ലിയർ റിയാക്ടർ എന്താണ് എന്നുള്ള കേസ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണ് എന്നുള്ള കേസ് നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽ ആണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ എന്തുണ്ട്? ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ട്. ഈ ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത് യുറേനിയം അല്ലെ, യുറേനിയം ആണ് സാധാരണയായിട്ട് ന്യൂക്ലിയർ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളില് ഉള്ളത് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂവൽ ഫസ്റ്റ് അല്ലെ, മെയിൻ പാർട്സ് ആണ്. ന്യൂക്ലിയർ റിയാക്ടറിന്റെ മെയിൻ പാർട്സ് ആണ് നമ്മളിവിടെ പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ട്. ഈ ന്യൂക്ലിയർ ഫ്യൂവലിന് ചുറ്റും അല്ലെ, ന്യൂക്ലിയർ ഫ്യൂവലിന് ചുറ്റും മോഡറേറ്റേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മോഡറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂവലിനെ നമ്മൾ ഇങ്ങനെ എൻക്ലോസ് ചെയ്തു. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മോഡറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മോഡറേറ്റേഴ്സിനെ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മോഡറേറ്റേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്
വാട്ടർ അല്ലെങ്കിൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ്സ് ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ്. ഓക്കെ, അപ്പോ ഈ മോഡറേറ്റേഴ്സിന്റെ എന്താണ് മോഡറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റേഴ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ദ ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മോഡറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ആ മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്താണ്, ഒരു ന്യൂട്രോൺ വന്ന് യുറേനിയത്തിലേക്ക് ബൊംബാർഡ് ചെയ്യാണ് അല്ലെ. ആ ഫാസ്റ്റ് മൂവിംഗ് ന്യൂട്രോൺസിനെ എന്ത് ചെയ്യണം, സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയാം, മോഡറേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് എടുത്തിരുന്നു അല്ലെ, ആദ്യം നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഫ്യൂവൽ ഉണ്ട്, ഈ ന്യൂക്ലിയർ ഫ്യൂവൽ അല്ലെ, ഇത് ന്യൂക്ലിയർ ഫ്യൂവൽ ആണ്. ഈ ന്യൂക്ലിയർ ഫ്യൂവലിന് ചുറ്റും എന്തുണ്ട്, മോഡറേറ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൺട്രോൾ റോഡ്സ് ആണ്. കൺട്രോൾ റോഡ്സ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, കൺട്രോൾ റോഡ്സ് ആണ് ഉള്ളത്. കൺട്രോൾ റോഡ്സ്. ഓക്കെ, കൺട്രോൾ റോഡ്സ് ഉണ്ട്. ആ കൺട്രോൾ റോഡ്സ് ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുക, കൺട്രോൾ റോഡ്സ്. ഓക്കെ, കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷട്ടർ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കൺട്രോൾ റോഡ്സ്. കൺട്രോൾ റോഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷട്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വർക്ക് ചെയ്യുക. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ന്യൂക്ലിയർ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ റോഡ്സ്. ഇനി ഈ ന്യൂക്ലിയർ റിയാക്ടറിന് ചുറ്റും അല്ലെ, ഇതൊരു ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, ഈ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ഈ കോറിലാണ് നടക്കുക, ഇതിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പൊ അതിന് ചുറ്റും ലാർജ് എമൗണ്ട് അല്ലെ, ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് നടക്കുമ്പോൾ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ ടെമ്പറേച്ചർ ഈ ഇവിടുത്തെ റിയാക്ടറിന്റെ കോറിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെ, എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഫൈനലി ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കാം. അങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം, ലോവർ ചെയ്യണം. അങ്ങനെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൂളൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാധാരണ ഇതിന് ചുറ്റും എന്ത് ചെയ്യാണ്, കൂളൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ ഫ്ലോ അല്ലെ, നമ്മൾ സാധാരണ വാട്ടർ ആണ് നമ്മൾ ഇവിടെ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലുള്ള ഏത് ഫ്ലൂയിഡ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൂളന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡ് മാത്രമല്ല, ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യും, ഗ്യാസസ് അല്ലെങ്കിൽ എന്തുവരും ലിക്വിഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, നല്ല സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ള ഫ്ലൂയിഡ്സ് നമുക്ക് എന്ന് വെച്ചാൽ ഹീറ്റ് എനർജിയെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലൂയിഡ്സ് നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ എന്തുണ്ട്, ഇവിടെ നിന്നാണ് വാട്ടർ അല്ലെ വന്ന് എൻട്രി ചെയ്യാണ്. ഇവിടെ നിന്ന് ഈ ഹീറ്റഡ് ആയിട്ടുള്ള വാട്ടർ പുറത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കൂളൻസ് ഉണ്ട് ഇതിന് ചുറ്റും അല്ലെ, ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോറിന് ചുറ്റും കൂളൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്, ഇതിന് ചുറ്റും ന്യൂക്ലിയർ ഷീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വോൾസ് ആണ്. കോൺക്രീറ്റ് വോൾസ് ആണ് ഇവിടെ ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുക, വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ദ പെനിട്രേഷൻ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ന്യൂട്രോൺസ് എന്ത് ചെയ്യാൻ, ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോരാം അല്ലെ. അപ്പൊ അങ്ങനെ ന്യൂട്രോൺസിനെ ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്ത് പോവാനുള്ള കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് അത് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോരാം അല്ലെ, അറ്റ്മോസ്ഫിയറിലേക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ആ അങ്ങനെ ഉണ്ടാവുന്ന ന്യൂട്രോൺസിന്റെ ആ പെനിട്രേഷനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ചുറ്റും ഷീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഇതിന് ചുറ്റും എന്താണ് ഉള്ളത്, കോൺക്രീറ്റ് ഷീൽഡ് ആണ് ഉള്ളത്. കോൺക്രീറ്റ് ഷീൽഡ് ഉണ്ട്. ഇതിന് ചുറ്റും കോൺക്രീറ്റ് ആയിട്ടുള്ള ഷീൽഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ എന്തെന്ന് പറയാം, മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ഷീൽഡ് ഇങ്ങനെ വരച്ചു. ഇതൊരു ക്രോസ് സെക്ഷൻ ആയിട്ട് അല്ലെ, ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട്
അതിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോറിന്റെ ആ സ്ട്രക്ചർ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ. ഫസ്റ്റ് വൺ നമുക്ക് വേണ്ടത് എന്താണ്, ഫ്യൂവൽ ആണ് അല്ലെ. ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽ ആണ്. ഫ്യൂവൽ ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് യുറേനിയം 92-235 ആണ്. ഓക്കെ, ഫിഷണബിൾ ആയിട്ടുള്ളത് യുറേനിയം 92-235 ആണ്. അതാണ് നമ്മൾ അവിടെ എന്തായിട്ട് യൂസ് ചെയ്യുക, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഫ്യൂവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിന് ചുറ്റും എന്തുണ്ട്, മോഡറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റീജിയൻ ഇതെന്ന് പറയുന്നത് എന്താണ്, മോഡറേറ്റേഴ്സ് ആണ്. ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന മോഡറേറ്റേഴ്സ് ആണ്. അപ്പൊ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോഡറേറ്റർ. മോഡറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ എന്ത് ചെയ്യണം, സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മോഡറേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ. ഓക്കെ, വാട്ടർ, ഹെവി വാട്ടർ. ഹെവി വാട്ടർ എന്ന് പറയുമ്പോൾ D2O, അല്ലെങ്കിൽ എന്തുവരും, ഗ്രാഫൈറ്റ് റോഡ്. ഗ്രാഫൈറ്റ് റോഡ് ഇതാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ മോഡറേറ്റേഴ്സ് ഏതാന്ന് മനസ്സിലായല്ലോ, ഈ ഡോട്ട് ഇട്ട് വരച്ചിരിക്കുന്നതാണ് മോഡറേറ്റേഴ്സ്. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്, കൺട്രോൾ റോഡ് ഉണ്ട്. ഓക്കെ, കൺട്രോൾ റോഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ അറേഞ്ച്മെന്റ് ആണ് കൺട്രോൾ റോഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്സൈഡിൽ നിന്നിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഷട്ടർ പോലെയാണ് ആക്ട് ചെയ്യാം. നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, ഈ കൺട്രോൾ റോഡിനെ എന്ത് ചെയ്യാം, നന്നായി താഴേക്ക് അമർത്തി വെക്കാം. അപ്പൊ എന്ത് വരും, ഇതൊരു ഷട്ടർ പോലെ ഇങ്ങനെ താഴേക്ക് വരും. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ നിന്ന് വരുന്ന അല്ലെ ന്യൂട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇതിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നതിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യും. അപ്പൊ അവിടെ റിയാക്ഷൻസ് എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പൊ അത് എന്ത് ചെയ്യാണ്, ഈ കൺട്രോൾ റോഡ് ന്യൂക്ലിയർ റിയാക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഒരു ഷട്ടർ പോലെയാണ് ആക്ട് ചെയ്യുക. നമുക്ക് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷട്ടർ നന്നായിട്ട് താത്തി വെക്കുക, അല്ലെങ്കിൽ കൺട്രോൾ റോഡ്സ് നന്നായിട്ട് താത്തി വെക്കാം. ഇനി റിയാക്ഷൻ നടക്കേണ്ട സമയത്ത് കൺട്രോൾ റോഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഉയർത്തി വെക്കാം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, ഇതിലൂടെ അല്ലെ ഉയർത്തി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് റിയാക്ഷൻ നടക്കും, താത്തി വെച്ച് കഴിയുമ്പോൾ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പൊ കൺട്രോൾ റോഡ്സ് ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, കൺട്രോൾ റോഡ്. ഓക്കെ, കൺട്രോൾ റോഡ്. കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ബോറോൺ അല്ലെങ്കിൽ കാഡ്മിയം ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. ബോറോൺ അഥവാ അല്ലെങ്കിൽ കാഡ്മിയം റോഡ്സ് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾ റോഡ്സ്. ബോറോൺ അല്ലെങ്കിൽ എന്ത് വരുന്നുണ്ട്, കാഡ്മിയം. ഓക്കെ, ബോറോൺ അല്ലെങ്കിൽ കാഡ്മിയം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് ഏത്, നമ്മുടെ കൂളന്റ് അല്ലെ. കൂളന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ വാട്ടർ സോഴ്സ് ആണ് എന്തെന്ന് പറയാ, കൂളന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തേത്. ഓക്കെ, കൂളന്റ്. കൂളന്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, കൂളന്റ് യൂസ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് അല്ലെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ. ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യണം, ലോവർ ചെയ്യിക്കണം അല്ലെ. ഹീറ്റ് എനർജിയെ നമുക്ക് പുറത്തേക്ക് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഇവിടെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കാം. അപ്പൊ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എനർജി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് റിമൂവ് ചെയ്യാണ്. അത് ഏതിലൂടെയാണ്, ഇവിടെ ഒരു ട്യൂബ് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൂളായിട്ടുള്ള വാട്ടർ എൻട്രി ചെയ്യും. ആ എൻട്രി ചെയ്യുന്ന വാട്ടർ ഇവിടുന്ന് എനർജി അല്ലെ ഇതിന് ചുറ്റും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന എനർജി അല്ലെ, ഹീറ്റ് എനർജിയെ അത് എന്ത് ചെയ്യും, ക്യാരി ചെയ്ത് ഈ ട്യൂബിലൂടെ അത് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പൊ ആ രീതിയിലാണ് അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയെ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് എനർജിയെ നമുക്ക് ലോവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കുള്ളത്, അപ്പൊ കൂളന്റ് നമ്മൾ യൂസ് ചെയ്തു. കൂളന്റ് യൂസ് ചെയ്യുന്നത് ഫ്ലൂയിഡ്സ്, എനി ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താണ്, നല്ല സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുള്ള ഫ്ലൂയിഡ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാം. സാധാരണ വാട്ടറിന് നല്ല സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ട് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പുറത്തേക്ക് ആ ഹീറ്റ് എനർജിയെ പുറത്തേക്ക് ക്യാരി ചെയ്യാം. ഇനി
അടുത്ത വരുന്നത് എന്താണ്? ഷീൽഡ് ആണ് അല്ലെ. ഫിഫ്ത് 1 പോയിന്റ് എന്ന് പറയുന്നത് ഷീൽഡ് ആണ്. ഷീൽഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഷീൽഡ് യൂസ് ചെയ്യുക? കോൺക്രീറ്റ് ബോൾസ് ആണ് സാധാരണയായിട്ട് ഷീൽഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഷീൽഡ് യൂസ് ചെയ്യുന്നത് ന്യൂട്രോൺ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. യൂസ്ഡ് ടു പ്രിവെന്റ് ദ പെനിട്രേഷൻ ഓഫ് ന്യൂട്രോൺസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പുറത്ത് വരാം. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ എന്തെന്ന് പറയാ ക്രോസ് സെക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്. ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ വ്യക്തമാണ്. ഫ്യൂവൽ എന്താണ്, മോഡറേറ്റേഴ്സ് ഏതാണ്, കൺട്രോൾ റോഡ് ഏതാണ്, അതുപോലെ തന്നെ കൂളന്റ്, ഷീൽഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ആണ് എന്നുള്ള കേസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ പഠിച്ചത് ന്യൂക്ലിയർ എനർജി എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയർ എനർജിയുടെ ഫസ്റ്റ് മെത്തേഡ് ആണ് എന്ന് പറയാം ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് ആണ് ന്യൂക്ലിയർ എനർജിയുടെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിൽ ഒരു ഹെവിയർ ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് 2 ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആറ്റം ബോംബ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിൽ എന്താണ് നടക്കുക? കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ആ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ക്രോസ് സെക്ഷൻ വരച്ചു. അതിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. മെയിൻ പാർട്സിൽ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കേസ് നമ്മൾ പഠിച്ചു. അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കെ ആണ്. കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഇൻ എ ഗിവൺ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ്. ഒരു ഗിവൺ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് എത്ര ന്യൂക്ലിയർ റിയാക്ഷൻസ് നടത്തുന്നു, ഡിവൈഡഡ് ബൈ number of nuclear fission in a preceding generation of neutrons അല്ലെ. preceding generation എന്ന് പറയുമ്പോൾ മുമ്പിലത്തെ അല്ലെ, ആ ഒരു ഗിവൺ ജനറേഷനിൽ നടത്തുന്ന ന്യൂക്ലിയർ റിയാക്ഷന് മുന്നുള്ള ജനറേഷനിലെ എത്ര ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസ് നടന്നു എന്നുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അതൊന്നുകൂടെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ന്യൂട്രോൺ അല്ലെ, ആദ്യം ഒരു ന്യൂട്രോൺ ആണ്. ആ ഒരു ന്യൂട്രോൺ വന്ന യുറേനിയം ആറ്റത്തിലേക്ക് എന്ത് ചെയ്തു? ബൊമ്പാർഡ് ചെയ്തു അല്ലെ. ഈ യുറേനിയം ആറ്റത്തിലേക്ക് ബൊമ്പാർഡ് ചെയ്തപ്പോൾ ഇവിടെ എന്തുണ്ടായി? ബേരിയം ഉണ്ടായി, അതുപോലെ തന്നെ ക്രിപ്റ്റോൺ ഉണ്ടായി. ഓക്കെ, ക്രിപ്റ്റോണും ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ നമുക്കറിയാം 3 ന്യൂട്രോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് ആണല്ലോ. ഈ 3 ന്യൂട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലുള്ള 3 യുറേനിയത്തിലേക്ക് അല്ലെ, യുറേനിയത്തിലേക്ക് വന്ന് ബൊമ്പാർഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 3 യുറേനിയത്തിലേക്ക് വന്ന് ബൊമ്പാർഡ് ചെയ്തു. അപ്പൊ ഓരോ യുറേനിയത്തിൽ നിന്നും എത്ര ന്യൂട്രോൺസ് വെച്ച് അല്ലെ, ഓരോ റിയാക്ഷൻ നടക്കുമ്പോഴും എത്ര ന്യൂട്രോൺസ് വെച്ച് പുറത്തേക്ക് വരും? 3 ന്യൂട്രോൺ. അപ്പൊ ഇവിടെ നടക്കുന്നതും എന്താണ്? 3 ന്യൂട്രോൺസ് വെച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ 3 ന്യൂട്രോൺസ് വെച്ച് പുറത്തേക്ക് വരും. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? 3 ന്യൂട്രോൺ പുറത്തേക്ക് വരും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ജനറേഷനില് അല്ലെ, ഈ ഒരു ഗിവൺ ജനറേഷൻ എത്ര ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു? 9 ന്യൂട്രോൺസ് ആണ്. 3 ഫിഷൻ റിയാക്ഷൻ നടന്നു. ആ 3 ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര ന്യൂട്രോൺസ് ആണ് പുറത്തേക്ക് വന്നത്? 9 ന്യൂട്രോൺസ് അല്ലെ. അപ്പോൾ 9 ന്യൂട്രോൺസ് പുറത്തു വന്നു. ഇതാണ് ഇവിടെ എന്ത് ചെയ്യാം? ഒരു ജനറേഷനിലെ അല്ലെ. ഈ ജനറേഷൻ ഇനി എത്ര വരും? ഇവിടെ 9 ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓരോ ന്യൂക്ലിയർ റിയാക്ഷനിൽ നിന്നും വീണ്ടും 3 ന്യൂട്രോൺസ് വെച്ച് വരും. അപ്പൊ ഇങ്ങനെ ന്യൂട്രോണിന്റെ നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഗ്രോത്ത് റേറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, റേറ്റ് അറ്റ് വിച്ച് ദ ന്യൂട്രോൺ അല്ലെ ഗ്രോത്ത് ടേക്ക് പ്ലേസ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഈ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഈ ജനറേഷൻ ഇതാണല്ലോ സെക്കൻഡ് ജനറേഷൻ, ഇത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയാം. അപ്പൊ സെക്കൻഡ് ജനറേഷൻ എത്ര ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു? ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ജനറേഷൻ എത്ര ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. അപ്പൊ നോക്കുമ്പോ ഇവിടെ 9 ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതിന്റെ പ്രിസീഡിംഗ് ജനറേഷൻ അല്ലെ, ഈ ജനറേഷൻ എത്ര ന്യൂട്രോൺസിനെയാണ്?
9 ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോ ഇതിന്റെ പ്രിസീഡിംഗ് ജനറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്ര ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു? 3 എണ്ണത്തെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 9/3 അല്ലെ, അങ്ങനെ എടുക്കാം. അപ്പൊ ഇതാണ് എന്തെന്ന് പറയാ ഈ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ്. നമ്പർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഇൻ എ ഗിവൺ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ്. ഈ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് എത്ര ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു, ആ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഇൻ ദ പ്രിസീഡിംഗ് ജനറേഷൻ. ഈ ജനറേഷന് മുമ്പുള്ളത് ഏതാണ്? ഈ ന്യൂട്രോൺ. അപ്പൊ ഇത് എത്രയെ പ്രൊഡ്യൂസ് ചെയ്തു? 3 എണ്ണത്തെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ നമ്പർ ആണ്, അവ തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു സ്റ്റഡി പവർ ജനറേറ്ററിന്റെ കേസില് അല്ലെ, ഒരു റിയാക്ടറിന്റെ കേസില്, സ്റ്റഡി പവർ റിയാക്ടറിന്റെ കേസില് കെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ കെ = 1 ആയിരിക്കും. ഇനി അതല്ല എങ്കിൽ കെ >1 ആണെങ്കിൽ ഈ ന്യൂട്രോണിന്റെ നമ്പർ, ആ ന്യൂട്രോണിന്റെ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആദ്യം 1 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 3 എണ്ണായി, പിന്നെ 9 എണ്ണായി, അതിന്റെ എന്ത് വരും? ഇനി 27 ആവും. അങ്ങനെ 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 എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയാ? മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയാം. നമ്പർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഇൻ എ ഗിവൺ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഇൻ ദ പ്രിസീഡിംഗ് ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. കെ വാല്യൂ എന്താണെന്നുള്ള കേസ് ഒന്ന് ഓർത്തിരിക്കാം. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.